ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വടയാണ്. അത് ചക്ക വച്ചിട്ടാണ്. അതിന് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം വേണ്ടത് കുറച്ച് ചക്കയാണ്. അതിൻ്റെ കൂടെ ഒരു സവാള പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്, ഇത്രയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ചക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോണ്ട, ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ മതി, അത്രയും മതി നമുക്ക് വട ഉണ്ടാക്കാനായിട്ട്. എല്ലാം നമുക്ക് അങ്ങനെ അടിച്ചെടുക്കാം മിക്സിയിൽ. അടിച്ചെടുത്ത ചക്ക നമുക്ക് ഒരു പാത്രത്തിലേക്കാക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. കൂടാതെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു സ്പൂണ് മുളക് പൊടി, അല്പം പെരിഞ്ജീരകം മുഴുവനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എല്ലാം കൂടി നന്നായി കുഴച്ചെടുക്കാം. കൂടെ തന്നെ ഞാൻ കുറച്ച് വടപ്പരിപ്പ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. അതും കൂടി ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയാണ്, നമ്മൾ ചവയ്ക്കുമ്പോൾ ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കുമല്ലോ, അതിന് വേണ്ടിയാണ് ഞാൻ വടപ്പരിപ്പ് ചേർക്കുന്നത്. എല്ലാം കൂടി നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് മാവ് ഓരോന്ന് നാരങ്ങ വലിപ്പത്തിലാക്കി നമ്മുടെ കൈവെള്ളയിൽ വെച്ച് പരിപ്പൂടെ തട്ടും പോലെ ചെറുതായിട്ടൊന്ന് തട്ടി നമുക്ക് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. ചെറു തീയിൽ നമുക്ക് അത് വേവിച്ചെടുക്കാം. ഇല്ലെങ്കിൽ അത് ഉള്ളു വെന്ത് കിട്ടൂല. ചക്ക ആയതുകൊണ്ട് ഉള്ളു വെന്ത് കിട്ടില്ല. അതുകൊണ്ടാണ് ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം അങ്ങനെ നമുക്ക് മുഴുവനായി മുരിച്ചെടുക്കാം. അതിനുശേഷം നമുക്കത് ചൂടോടെ തന്നെ ഉപയോഗിക്കാം. ചൂടോടെ ഉപയോഗിച്ചാൽ വളരെ ടേസ്റ്റാണ് ഇത്. അങ്ങനെ എല്ലാ വടയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സ്വാദിഷ്ടമായ ചക്കവട നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ശരിയാക്കിയെടുക്കാം. വെറൈറ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ചക്ക കാണുകയും ചെയ്യും. നല്ല പച്ച ചക്ക തന്നെ എടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള വട തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം. ബായ്.